ലോജിക് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ രണ്ടാം ഭാഗമാണിത്. എന്നുവെച്ചാൽ ചർച്ചയെ സംബന്ധിച്ചിട്ടുള്ള രണ്ടാം ഭാഗം. ഒന്നാം ഭാഗത്തിലെ പൊതുചർച്ചയിൽ വരാതിരുന്ന കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കുകയുണ്ടായി. പ്രധാനമായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിഗമനങ്ങൾ ഇവയാണ്. ലൈംഗിക ചൂഷണം, അതിനെ സംബന്ധിച്ചിട്ട് ഒരു ചോദ്യമുള്ളത്, ഇത് സിനിമാ രംഗത്ത് മാത്രം ഉള്ളതാണോ? അല്ല, തികച്ചുമല്ല. പക്ഷെ സിനിമാ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പഠന റിപ്പോർട്ട് പുറത്തു വന്നത്. പൊതുവിൽ ആളുകൾ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും എന്നാൽ അതിനപ്പുറം അതിൻ്റെ ആധിക്യം വെളിപ്പെടുത്തുകയും ചെയ്തു. ലൈംഗിക ചൂഷണത്തിൻ്റെ ആധിക്യം വളരെ വലുതാണെന്ന് ഈ പഠനത്തിലൂടെ, ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് എല്ലാ കമ്മിറ്റി അംഗങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതും സമൂഹത്തിലുള്ളൊരു പ്രശ്നമാണ്. സമൂഹത്തിൽ നമ്മളിന്ന് നേരിടുന്ന പ്രശ്നമെന്ന നിലയിൽ അതിൻ്റെ കൂടിയ അളവിൽ സിനിമയിലും കാണാൻ സാധിക്കും. സിനിമയിലെ നിരോധനം, കാസ്റ്റിംഗ് കൗച്ച്, പവർ ഗ്രൂപ്പ് എന്നിവയെക്കുറിച്ചാണ്. മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട 2 നടന്മാർ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സർവജ്ഞ സ്വാഗതവും ചെയ്തു. ഇത് തികഞ്ഞ വൈരുദ്ധ്യം തന്നെയാണ്. ഒരുപക്ഷെ അവരറിയാത്ത ഒരു പവർ ഗ്രൂപ്പായിരിക്കാം, അല്ലെങ്കിൽ ബാഹ്യ ശക്തികളുടെ പവർ ഗ്രൂപ്പായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഒന്നുമല്ല, അദൃശ്യമായിരിക്കാം. ഏതായാലും നമ്മളുടെ വാദത്തിന് അനുകൂലമായിട്ട് തന്നെ ഇതര രംഗങ്ങളിലും പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള ചർച്ച പൊതുവേദിയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യത്തിലാണ് ഈ ചർച്ച വന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു നിഗമനം എന്ന് പറയുന്നത് സാമ്പത്തിക ചൂഷണമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്തത് കേട്ടാൽ കൂടുതൽ മനസ്സിലാവും. ഏതായാലും ഈ ആമുഖത്തോടെ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിഗമനങ്ങൾ സാമാന്യവൽക്കരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിഗമനങ്ങൾ സാമാന്യവൽക്കരിക്കാൻ കഴിയുമോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ രീതിശാസ്ത്രം പരിശോധിക്കണം. ചോദ്യാവലി തയ്യാറാക്കി വിവരങ്ങൾ ശേഖരിക്കുക, മീറ്റിങ്ങിൽ നടത്തുക, ഷൂട്ടിംഗ് ലൊക്കേഷൻ സന്ദർശിക്കുക, വിദഗ്ധരുമായിട്ട് സംസാരിക്കുക എന്നീ രീതികളൊക്കെ അവലംബിച്ചാണ് വിവരങ്ങൾ ശേഖരിച്ചത്. ഇത് തികച്ചും ശരി തന്നെയാണ്, ശാസ്ത്രീയവുമാണ്. വിവരങ്ങൾ ആദ്യം ശേഖരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ട് ചോദ്യാവലി തയ്യാറാക്കി കൊടുത്തിട്ട് പോലും സമയത്തിന് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ അത് പൂരിപ്പിച്ച് തിരിച്ചു കൊടുത്തില്ല. കമ്മിറ്റിയുടെ പ്രയത്നം കൊണ്ടിട്ട് 32 പേരാണ് ചോദ്യാവലി പൂരിപ്പിച്ചു കൊടുത്തത്. അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തുടർന്ന് മീറ്റിംഗ് അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയും 2 മീറ്റിങ്ങുകൾ നടത്തുകയും ചെയ്തു. ആ മീറ്റിങ്ങുകളിലായിട്ട് 31 പേർ പങ്കെടുത്തതായിട്ടാണ് അതിൽ കാണിക്കുന്നത്. ഏതായാലും ഇതൊരു ചെറിയ സംഖ്യയാണ്. 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഈ മേഖലയിൽ നിന്നിട്ട് ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ രംഗത്ത് 30 വിഭാഗങ്ങളിലാണ് സ്ത്രീകൾ പണിയെടുക്കുന്നത്. ഈ 30 വിഭാഗങ്ങളിൽ നിന്ന് 9 വിഭാഗത്തിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ മാത്രമാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്. പക്ഷെ സിനിമാ മേഖലയ്ക്ക് ആകെ തന്നെ ഇത് ബാധകമാണെന്ന് പറയുന്നത് ശരിയായിരിക്കില്ല. അതുകൊണ്ട് റിപ്പോർട്ടിൻ്റെ നിഗമനങ്ങളെ അവഗണിച്ചിട്ടല്ല സംസാരിക്കുന്നത്, അതിനെ സാമാന്യവൽക്കരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് 3 ഗുണങ്ങളുണ്ട്.
ഒന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റിപ്പോർട്ടായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് ഇതര സംസ്ഥാനങ്ങളിലെ സിനിമാ ലോകം ഇത്തരത്തിലുള്ളൊരു ആവശ്യകത ഉയർത്തിയിട്ടുണ്ട്. രണ്ടാമതായിട്ട് സിനിമാ ലോകത്തിലെ സ്ത്രീകൾ നിർഭയം മുന്നോട്ട് വന്ന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങൾ പറയാനും അവരുടെ പ്രതിവിധികൾ അന്വേഷിക്കാനും തുടങ്ങിയിരിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു സിനിമാ നയ രൂപീകരണത്തിന് ഇത് സഹായിക്കും. സിനിമാ നയരൂപീകരണമാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒന്നാം ഭാഗത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യവും സിനിമാ നയം രൂപീകരിച്ചാലേ ഈ വ്യവസായത്തിന് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയൂ, ഇതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നതാണ്. അങ്ങനെ ഒരു സിനിമാ നയ രൂപീകരണത്തിന് സർക്കാർ ശ്രമവും തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഇതൊരു തൊഴിൽദായക മേഖലയാണ്. അതുകൊണ്ട് ഇതൊരു തൊഴിൽദായക മേഖലയാണെന്നുള്ള കാര്യങ്ങൾ പരിഗണിച്ചു കൊണ്ടിട്ട് വേണം സിനിമാ നയം രൂപീകരിക്കേണ്ടത്. രണ്ടാമത്തെ കാരണം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ്. ഈ കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത് പോലെ ഒരു ഇൻഡിപെൻഡൻ്റ് ഓർഗനൈസേഷൻ ഉണ്ടാകുകയും ആ ഓർഗനൈസേഷൻ വളരെ ശക്തിയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ രംഗത്തെ കുറച്ച് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, സിനിമാ മേഖലയിൽ ജോലിയെടുക്കുന്ന പലരും തന്നെ അസംഘടിതരാണ്. യൂണിയൻ ഉണ്ടായത് കൊണ്ടിട്ട് സംഘടിതരാവില്ല. സംഘടിതരാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണം. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ കാര്യമായ വരുമാനമില്ലാത്തവരാണ്, മോശമായ തൊഴിൽ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്, ഒരു സംരക്ഷണവും ഇല്ലാത്തവരാണ്. ഈ അസമത്വം പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രദ്ധ കൂടി ഈ സംഘടനകളും നയവും ശ്രദ്ധിച്ചാൽ മാത്രമേ സിനിമാ രംഗത്തെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.